അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ വലിയ സ്ഥാപനമാണെങ്കിൽ പോലും വെൻഡേഴ്സിൽ നിന്ന് ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത്രയും പ്രൊഡക്ട്സ് കിട്ടിയില്ല എന്നൊക്കെ വരാം, അല്ലെങ്കിൽ വെൻഡേഴ്സിനെ തന്നെ കിട്ടിയില്ല എന്ന് വരാം. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് സീസണൽ ആണ് ഈ സീ ഫുഡിൻ്റെ ലാൻഡിങ്. സീ ഫുഡ് എന്ന് പറയുന്നത് ഇപ്പോൾ മീറ്റ് പ്രോഡക്റ്റുകൾ, ഇപ്പോൾ ഈ ചൂട് ഇത്രയും കൂടിയ സമയങ്ങളിൽ മീറ്റ് പ്രോഡക്റ്റിന് ഷോർട്ടേജ് ഉണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ കമ്പനി എപ്പോഴും ഈ ഫ്രോസൺ പ്രോഡക്റ്റിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 2 year ആണ്. 2 year എന്ന് ഞങ്ങളുടെയൊക്കെ പ്രോഡക്റ്റുകൾ ഒരു 4 മാസം 5 മാസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് കഴിയുന്നതാണ്. പക്ഷേ എങ്കിലും നമ്മളൊരു 2.5 മന്തിൻ്റെ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റം അബാദ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ വലിയൊരു ബാക്കപ്പ് കൊണ്ട് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്ത് ഈ എന്തെങ്കിലും മാർക്കറ്റിൽ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് പ്രീ പ്ലാൻ ചെയ്ത് പ്രൊക്യൂർമെൻറ്റ് കറക്റ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടാറുണ്ട്. പിന്നെ നമ്മളുടെ കൺട്രോളിലല്ലാത്തത് സീ ഫുഡ് ലാൻഡിങ്ങാണ്. അപ്പോൾ അത് കടലിൽ ഫിഷിങ്ങിന് പോകുന്നവർക്ക് ഏത് മീൻ കിട്ടും, എന്ത് കിട്ടും എന്നുള്ളത് ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ ആ സമയങ്ങളിലേക്ക് വേണ്ടി ഇപ്പോൾ പോംഫ്രെറ്റ്, വൈറ്റ് പോംഫ്രെറ്റ് പോലെയുള്ളതൊക്കെ ശരിക്കും 3-4 മാസങ്ങളെ ഒരു ഇയറിലെ ആകെ ക്യാച്ചുള്ളൂ. അപ്പോൾ ആ സമയത്ത് തന്നെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഷോർട്ടേജസ് ഈ ഫിഷിങ്ങിൽ വരുന്ന ഇത് വരാറുണ്ട്. പക്ഷേ എന്നാൽ പോലും ഓൾമോസ്റ്റ് 90% സ്റ്റോക്കും ഞങ്ങൾ ഇൻഷുർ ചെയ്യാറുണ്ട്. സർ, നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ച അബാദ് ഫുഡ്സിൻ്റെ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ എത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയാൽ പോലും മാർക്കറ്റിങ്ങിൽ ഒരു ഫണ്ട് അവർ മാറ്റി വെക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയും കോൺസെൻട്രേഷൻ അവർ അതിൽ കൊടുക്കും. അപ്പോൾ അബാദ് ഫുഡ്സ് മാർക്കറ്റിംഗ്, പ്രത്യേകിച്ച് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൊക്കെ എത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്? അതൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. അബാദ് ഫുഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ ഒരു 12 ഇയറിൻ്റെ ഒരു ജേണിയിൽ ഞങ്ങൾ ഏറ്റവും കുറവ് ഫണ്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു മേഖലയാണ് മാർക്കറ്റിംഗ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ബിസിനസ് കൂടുതലും റെഫറൽസ് വഴിയും ഒരു മൗത്ത് പബ്ലിസിറ്റി വഴിയും ആ പ്രോഡക്റ്റ് ക്വാളിറ്റിയും പിന്നെ പറഞ്ഞ സമയത്ത് പറയുന്ന വോളിയം അതേ ക്വാളിറ്റിയിൽ എത്തിച്ചു തരുമെന്നുള്ളൊരു ഗ്യാരണ്ടി, അത് ഞങ്ങളുടെ ഒരു സർവീസ് ലെവൽ കൊണ്ട് മാത്രം ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. കമ്പനിയുടെ ഒരു ഗുഡ് വില്ലും ക്വാളിറ്റി പ്ലസ് പ്രോഡക്റ്റ് ക്വാളിറ്റി ഉള്ളതാണെങ്കിലും അത് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സ്ഥലത്ത് എത്തിച്ചു തരുമെന്നുള്ളൊരു ഗ്യാരണ്ടി. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു മാർക്കറ്റിംഗ് സപ്പോർട്ട്. കൂടാതെ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ഇറയാണ്, അതനുസരിച്ച് കാര്യങ്ങൾ നമ്മളും കുറേ ചെയ്തു പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, യൂട്യൂബ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അബാദ് ഫുഡ്സും അതുപോലെ തന്നെ ഞങ്ങളുടെ റീറ്റെയിൽ ഡിവിഷൻസ് ബ്രില്ലാർ, സീസ്പാർക്കിൾ ഇവരെല്ലാവരും ഈ കാര്യങ്ങളിലെല്ലാം ആക്റ്റീവാണ്. പക്ഷേ ട്രൂലി നമ്മൾ വലിയൊരു ഫണ്ടൊന്നും മാർക്കറ്റിങ്ങിന് വേണ്ടി ഇതുവരെയും ചിലവഴിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഞങ്ങളുടെ കൂടെ ബിസിനസ്സിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, ഞങ്ങളെ ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട്. കാറ്ററിംഗ് അസോസിയേഷൻസ് ഉണ്ട് കേരളയിൽ. അതുപോലെ തന്നെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ എന്ന് പറയുന്നുണ്ട്. അവരുടെ എല്ലാ ഇവൻറ്റ്സ്, സൂപ്പർ മാർക്കറ്റ് അസോസിയേഷൻ ഉണ്ട്. ഇവരുടെ ഇവൻറ്റുകളിൽ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അവർക്ക് ഒരു മാർക്കറ്റിംഗ് അവരുടെ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു ഫണ്ടിൻ്റെ ഒരു ഷെയർ ഞങ്ങൾ എടുക്കാറുണ്ട്. അങ്ങനെയുള്ള ഫംഗ്ഷനുകളിൽ സ്റ്റാളും സാമ്പിളിങ്ങും കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ ആക്റ്റീവായിട്ട് അതൊരു ബിസിനസ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ് അസോസിയേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഹാൻഡ് ഷെയറിംഗ് ആണ്, അത് ചെയ്യാറുണ്ട്. പിന്നെ ഈ പറയുന്ന ഡിജിറ്റലിലാണ് കൂടുതലും മാർക്കറ്റിംഗ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് തന്നെ റീഫർ വെഹിക്കിൾസ് തന്നെ 70+ ഉണ്ട്. അപ്പോൾ അതിലുള്ള ഒരു വെഹിക്കിൾ ബ്രാൻഡിങ് ഞങ്ങൾ ചെയ്യാറുണ്ട്. അതൊരു മൂവിങ് ഹോർഡിംഗ് ആണ്. ഓൾ കേരള എല്ലായിടത്തും സപ്ലൈ പോകുന്ന സ്ഥലങ്ങളാണ്. നാഗർകോവിൽ മുതൽ നമ്മൾ അവിടെ കാസർഗോഡ് മംഗലാപുരം വരെ ഓടുന്നതാണ്. പിന്നെ എല്ലാ ബ്രാഞ്ചിലും ചെന്നൈയിലും ബാംഗ്ലൂരും ഒക്കെ ഇതുപോലെയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഞങ്ങൾക്ക് വലിയ ഒരു അഡ്വാൻറ്റേജ് മാർക്കറ്റിങ്ങിൽ തരുന്നുണ്ട്. പലപ്പോഴും മൂന്നാറിലൊക്കെ സപ്ലൈ പോകുമ്പോൾ ഹിൽ ഏരിയയിൽ അല്ലെങ്കിൽ റിമോട്ട് ഏരിയകളിലൊക്കെ ഈ ഫോറിനേഴ്സ് ഞങ്ങളുടെ ഫിഷിൻ്റെ ഹോർഡിങ് കണ്ടിട്ട് കൈ കാണിച്ച് വണ്ടി നിർത്തിയ കഥകളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഫിഷ് അവിടെ കിട്ടും, അതിൽ ഫിഷ് കിട്ടുന്ന വണ്ടിയാണ്, ഫിഷ് സെയിലുള്ളതാണെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മളെല്ലാം പ്രീ ബിൽഡ് പറയാമോ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയൊരു സീർഫിഷിൻ്റെ വലിയൊരു ഇമേജാണ്, ജൈജാൻറ്റിക് ഇമേജാണ് അതിൽ ഒരു ഹോർഡിങ്ങിൽ വണ്ടിയുടെ ബ്രാൻഡിങ് ആയിട്ട് സൈഡിൽ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഫിഷിൻ്റെ പടം കണ്ടപ്പോൾ ഇത് ഫിഷിൻ്റെ വണ്ടിയാണെന്ന് അവർക്ക് ഏകദേശം മനസ്സിലായി. അപ്പോൾ അവർ കൈ കാണിച്ചിട്ട് ഇതിൽ ഫിഷ് സെയിൽ ഉണ്ടാകുന്ന അറിയാൻ വേണ്ടിയാണ് അവർ ഫിഷ് വാങ്ങിക്കാൻ വേണ്ടിയാണ് നിർത്തിയത്. പക്ഷേ നമ്മളെല്ലാം അഡ്വാൻസ് ഓർഡർ എടുത്തിട്ട് ബില്ല് ചെയ്ത് ബാക്കിയുള്ള
ടാക്സിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഒരു വാൻ സെയിൽ നമുക്കില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള ബ്രാൻഡിങ് നമുക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. പിന്നെ മേജറായിട്ട് ഈ പ്രോഡക്റ്റിൻ്റെ ആളുകൾ റെഫർ ചെയ്യുന്ന ഒരു കാറ്ററിങ്, നമ്മൾക്ക് ചാലക്കുടിയിലുള്ള ഒരു കാറ്ററിങ് ക്ലയൻറ്റ് ഇപ്പോഴും നമ്മുടെ ഒരു പ്രീമിയം കാറ്റററാണ്. അദ്ദേഹം റെഫർ ചെയ്ത് തന്നെ 100 കൂടുതൽ കസ്റ്റമേഴ്സിന് ഞങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട് ആ ഒരു ക്വാളിറ്റിയുടെ ഗ്യാരണ്ടിയിൽ. ഓക്കെ, അതൊക്കെ മൗത്ത് പബ്ലിസിറ്റി വഴി വന്നേക്കുന്നതാണ്. അപ്പം മാർക്കറ്റിങ്ങിലേക്ക് അധികം ഒന്നും പോകേണ്ടി വന്നിട്ടില്ല. തീർച്ചയായിട്ടും മാർക്കറ്റിംഗ്, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉൾപ്പെടെ ഒന്നിലേക്ക് അധികം പോകാതെ തന്നെ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നാടോടുമ്പോൾ അതിൻ്റെ ഒപ്പം ഓടുന്നു എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതുകൂടാണ്ട് ഞങ്ങളുടെ റീറ്റെയിൽ ഡിവിഷൻ ബ്രില്ലാർ സ്പാർക്കിൾ അവരും അതിൻ്റെ പ്രീമിയം പ്രസൻറ്റേഷൻ പ്ലസ് പ്ലേസ്മെൻറ്റ്, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലാണെങ്കിലും ഇപ്പോൾ പുറത്തുനിന്നാണെങ്കിലും പല ബ്രാൻഡുകളും വരാറുണ്ട്. വലിയ നാഷണൽ ബ്രാൻഡുകൾ പലതും വന്നാൽ പോലും ഞങ്ങൾ ആ ഒരു സ്പേസ്, നമ്മുടെ ഒരു സർവീസ് നമ്മൾ കൃത്യമാണ്. ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ അത് സപ്ലൈ ചെയ്തിരിക്കും. അത് കേരളത്തിലെവിടെയാണെങ്കിലും. അങ്ങനെയുള്ള സർവീസ് ലെവൽ പ്ലസ് ക്വാളിറ്റി, ഇത് രണ്ടും. പിന്നെ നമ്മുടെ സ്റ്റാഫ് കൺസിസ്റ്റൻ്റ് കണ്ടിന്യൂറ്റി ഉള്ള സ്റ്റാഫുകളാണ്. അവരും നമ്മളുടെ ക്ലയൻസും കസ്റ്റമേഴ്സും ആയിട്ടുള്ള ആ ഒരു റിലേഷൻ, ആ ഒരു റാപ്പോ നല്ല രീതിയിലുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഞങ്ങൾക്കത് കമ്പനിയുടെ ഒരു ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു മാർക്കറ്റിങ്ങിനേക്കാളും കൂടുതലായിട്ട് കമ്പനിയുടെ ഒരു ഗ്രോത്തിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് സർവീസും ടൈമും ക്വാളിറ്റിയും സ്റ്റാഫിൻ്റെ ആ ഒരു ഇടപെടലും അങ്ങനെ എല്ലാം കൂടി ചേർന്നിരിക്കുന്നതുകൊണ്ട് മാർക്കറ്റിങ്ങിലേക്ക് അത്രയധികം പോകേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ മെയിനായിട്ട് അബാദ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ ഗുഡ് വില്ലിൻ്റെ എസ്റ്റാബ്ലിഷ്മെന്റ്. ഓക്കെ, 2011 തൊട്ട് 2024 വരെ ഈ ഒരു കമ്പനി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ഹ്യൂജ് വോളിയം ഓഫ് പ്രോഡക്ട്സ് കൊടുത്തുകൊണ്ട് അതും ഇത്രയും വാസ്റ്റ് ഏരിയാസിലൊക്കെ സപ്ലൈ ഇതൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെന്റ് തന്നെയാണ്. എന്നാലും ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയും, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 11,000 ആക്റ്റീവ് ക്ലയൻസ്, 1000ഓളം സ്റ്റാഫുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ 750 പ്രോഡക്ട്സ് ഒക്കെ വരുന്ന ഒരു വലിയ കമ്പനി സാർ ഇങ്ങനെ മാനേജ് ചെയ്യുമ്പോൾ എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രഗിൾസ് ഉണ്ടായി കാണും. അറ്റ്ലീസ്റ്റ് കൊറോണ ടൈമിലെങ്കിലും ഏതൊരു കമ്പനിയും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു, അതെങ്ങനെയാണ് സാർ തരണം ചെയ്തത്? നമ്മൾ 2-3 ഇപ്പോൾ കേരളത്തിൽ മെയിനായിട്ടുണ്ടായിരുന്ന ഇഷ്യൂസ് എല്ലാവരും ഫേസ് ചെയ്തത് തന്നെയാണ്. ഒന്ന് 2018 ഫ്ലഡ്, പിന്നെ അതിനിടയിൽ അതിനു മുമ്പ് നമ്മളൊരു നോട്ട് ബാൻ ഉണ്ടായിരുന്നു, കറൻസി ബാൻ ഉണ്ടായിരുന്നു, അത് കൂടാണ്ട് GST ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങളാണ്, കൊറോണ ഓഫ് കോഴ്സ്. അപ്പോൾ ഈ കാലങ്ങളിലെല്ലാം നമ്മളപ്പോൾ GST വന്നപ്പോൾ ഈ ഫുഡ് പ്രോഡക്റ്റുകൾക്ക് GST വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാറ്ററിങ്, ഹോട്ടൽ അവർക്കൊക്കെ അത് വലിയ പക്ഷെ അങ്ങനെയുള്ള ഓരോ സമയവും മാറും എന്നുള്ള ഒരു ഇതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓവറായിട്ട് വലിയ ബിസിനസ്, ഇതൊരു ഫുഡ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് ഇപ്പോൾ എന്ത് ബിസിനസ്സിലാണെങ്കിലും ഹെൽത്തും ഫുഡും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ബിസിനസ് സെക്ടറുകളായതുകൊണ്ട് ഞങ്ങൾക്ക് വലുതായിട്ടുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. പക്ഷേ കോവിഡ് ടൈമിൽ കംപ്ലീറ്റ് ഷട്ട് ഡൗണും അതുപോലെ തന്നെയുള്ള ലോക്ക്ഡൗണും കാര്യങ്ങളും എല്ലാം വന്ന ആ പീരീഡിൽ പോലും നമ്മളുടെ കമ്പനി 2 ദിവസമാണ് ഞങ്ങൾ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞാൽ സപ്ലൈ കൊടുക്കാൻ പറ്റാതിരുന്നത്. അത് അവിടെ ഉണ്ടായിരുന്ന കുറേ മൈഗ്രൻ്റ് വർക്കേഴ്സിന് കോവിഡ് വന്ന സമയത്ത്. അപ്പോൾ ആ ഒരു 2 ദിവസം അല്ലാതെ അവരെ ഞങ്ങൾ ഇമ്മീഡിയറ്റ് ഗവൺമെൻറ്റിൻ്റെയും സപ്പോർട്ടും ഹെൽത്തിൻ്റെ എല്ലാം സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവരെ ഞങ്ങൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ഫിമിഗേഷനും ക്ലീനിങ്ങും എല്ലാം ചെയ്തിട്ട് 3-ാം ദിവസം മുതൽ സപ്ലൈ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഫുഡ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് നമ്മൾക്ക് എല്ലാ പെർമിഷനും പാസും എല്ലാം കിട്ടിയിരുന്നു, വണ്ടി മൂവ് ചെയ്യാനും പ്രോഡക്റ്റ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിരുന്ന ആ കാലഘട്ടത്തിൽ, ഫുഡ് സപ്ലൈ ചെയ്യാനും ഫുഡ് കിട്ടാത്ത സ്ഥലങ്ങളിലേക്ക് ഫുഡ് കൊടുക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ളതിലെല്ലാം ഇൻവോൾവ്ഡ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാ വണ്ടികൾക്കും ഞങ്ങൾക്ക് സ്പെഷ്യൽ പാസ് കിട്ടിയിരുന്നു, ഫുഡ് സപ്ലൈ വണ്ടികളായതുകൊണ്ട്. അതിൽ ഗവൺമെൻറ് അതോറിറ്റീസ്, പോലീസ്, അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ സ്റ്റാഫിന് വരെ സ്പെഷ്യൽ കാർഡുകളെല്ലാം പെർമിറ്റ് ചെയ്തിരുന്നു പാസ് ചെയ്യാനും ഉള്ള ട്രാൻസ്പോർട്ടിനൊക്കെ. അങ്ങനെയുള്ള ആ കാലഘട്ടങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ അത് എല്ലാം നമ്മൾക്ക് വരുമ്പോൾ ഫേസ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇത്രയും വലിയ ഒരു ബിസിനസ് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന കോമ്പറ്റീഷൻസും മറ്റ് മാർക്കറ്റ് ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അത് എങ്ങനെ ഏത് ഇൻഡസ്ട്രിയിലും ഉള്ളത് തന്നെയാണ്. അതിനെ കവർ ചെയ്യാനുള്ള എല്ലാവിധ സപ്പോർട്ടും അബാദ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ബാക്കപ്പ്, അതിൻ്റെ ഡയറക്ടേഴ്സ്, അവർക്ക് ഈ ഇൻഡസ്ട്രിയിലുള്ള ഇത്രയും വർഷങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ആ ബിസിനസ്സിലുള്ള നോളജ്, അവർക്ക് ഉള്ള അക്സെപ്റ്റൻസും മറ്റ് ഹോട്ടൽസിലോ അല്ലെങ്കിൽ മറ്റുള്ള ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിലും അബാദിനുള്ള ഒരു അക്സെപ്റ്റൻസ് ഞങ്ങൾക്ക്
എല്ലാ പ്രശ്നങ്ങളും കവർ ചെയ്യാൻ. പിന്നെ ഏറ്റവും സ്ട്രോങ് സപ്പോർട്ടായിട്ടുള്ള നമ്മുടെ ഡയറക്ടേഴ്സ്, ഞങ്ങളുടെ മാനേജിങ് ഡയറക്ടറുണ്ട് അൻവർ ഹാഷിം സാറ്, ഞങ്ങളുടെ അബാദ് ഫുഡ്സിൻ്റെ CEO മിസ്റ്റർ ഫറാസ് ജാവിദ്, ഇവരെല്ലാവരും ഏറ്റവും ഒരു കാര്യങ്ങൾക്ക് നമ്മൾ അങ്ങോട്ട് പറയാതെ ഇങ്ങോട്ട് ഇന്ന ഫെസിലിറ്റികൾ വേണോ, വണ്ടിയോ അല്ലെങ്കിൽ സ്റ്റോറോ അത് ബിൽഡ് ചെയ്യണം, എല്ലാ സൗകര്യങ്ങളും കമ്പനിയുടെ ഒരു ഗ്രോത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ വെൽഫെയറിന് വേണ്ടി ഇങ്ങോട്ട് ചോദിച്ച് ചെയ്തു തരുന്ന ഒരു ബാക്ക് സപ്പോർട്ട് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് സ്റ്റാഫിനും മറ്റുള്ളവർക്കും കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോവാം എല്ലാ കാര്യത്തിലും. നമ്മൾ ആ ഒരു ഫ്രീഡം ഫുള്ളായിട്ട് ഈ ഒരു ബിസിനസ് റൺ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മുടെ കൂടെയുള്ള എൻ്റെ കൂടെയുള്ള മാനേജേഴ്സ് ആണെങ്കിലും 20+ മാനേജേഴ്സ് ഉണ്ട്. അവർ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് ഡിവിഷൻസ് ഹാൻഡിൽ ചെയ്യുകയാണ്. ആ പ്രശ്നങ്ങളിൽ അവരുടെ ഇത്രയും വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ആളുകളാണ്. ഏത് കാര്യങ്ങൾ വന്നാലും ഞങ്ങൾക്ക് ഒരു കൂട്ടായ ഡിസ്കഷൻസിനോടുകൂടി ഡിസിഷൻസ് എടുത്ത് മുന്നോട്ട് പോകാനുള്ള സപ്പോർട്ടുകളുണ്ട്.